ഹായ് ഓൾ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. റംലാനിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. സോ ഇതൊരു പക്ക ഒരു റാൻഡം വ്ളോഗാണ്, വീക്കെൻഡ് വൈബാണ്. സോ വീട്ടിൽ തന്നെ ഉണ്ട്. ചെറിയൊരു വ്ളോഗാണ്. അങ്ങനെ ഒരു യൂഷ്വൽ റൂട്ടീൻ എന്നൊക്കെ പറയാം, സ്പെഷ്യലായിട്ടൊന്നുമില്ല. സോ രാവിലെ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. നോമ്പൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. എന്നിട്ട് മോൾക്ക് ഞാൻ ആദ്യം ഒരു പത്തിരി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളൊരു പത്തിരിയും കുറച്ച് പാലും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ, അവൾക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമാണ്. എസ്പെഷ്യലി ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ സ്ട്രോബെറി, ബ്ലൂബെറി, അങ്ങനത്തെ ഒക്കെ ഫ്രൂട്ട്സ്. ആപ്പിൾ ഇഷ്ടമാണ്, ഗ്രേപ്സ്. അവൾ ഫ്രൂട്ട്സ് കുറച്ച് ഇഷ്ടമുള്ള ആളാണ്. കൂടുതലിഷ്ടം ഫ്രൂട്ട്സാണ് അവൾക്ക്. അപ്പോൾ ഞാനങ്ങനെ അധികവും ഡ്രാഗൺ ഫ്രൂട്ടും സ്ട്രോബെറിയൊക്കെ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കും. സോ ഇന്ന് ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ അവൾക്ക്, ഇന്നലെ മേടിച്ച് വന്നായിരുന്നു, അപ്പോൾ രാവിലെ എണീറ്റ് വന്നതും അവൾക്കത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്യുമ്പോഴേ ആളിൻ്റെ കൂടെ നിന്ന് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അത്ര ഇഷ്ടമാണ് ആൾക്ക്. ഇതിപ്പോൾ അത്ര ഇഷ്ടമാണെങ്കിലും എന്നും ഇങ്ങനെ നമ്മൾ ഒരു ഫുഡ് തന്നെ കൊടുത്തുകൊണ്ടിരുന്ന മടുക്കുമല്ലോ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇപ്പോൾ ഇൻ കേസ് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് അവൾക്കൊരു 3 ഡേയ്സിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ 2 എണ്ണമൊക്കെ ആയിട്ടാണ് നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ മേടിച്ചിട്ട് വരിക. സോ 1 വീക്കിനുള്ളത് ഉണ്ടാവും നമ്മൾ 2 എണ്ണമൊക്കെ മേടിച്ചാലോ. സോ അത് കഴിഞ്ഞാൽ അടുത്ത 1 വീക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൊടുക്കില്ല. കാരണം നമ്മൾ ഒരു വീക്ക് കൊടുത്തു, നെക്സ്റ്റ് വീക്ക് വീണ്ടും കൊടുത്താൽ അഫ്കോഴ്സ് അത് അവർക്ക് മടുത്തു പോകും. അപ്പോൾ ഇങ്ങനെ റാൻഡംലി ആണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ സ്ട്രോബെറി മേടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് അതൊക്കെ ഇതിൻ്റെ കൂടെ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പാറ്റേൺ, അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ അവളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതും ഞങ്ങൾ മുകളിൽ റൂമിലോട്ട് കയറി. അപ്പോൾ അവിടെയാണെങ്കിൽ ഫുൾ അലമ്പായി കിടക്കുക. ബിക്കോസ് ഞാൻ ഇന്നലെ എത്തിയുള്ളൂ തിരിച്ച്. ഇവിടെ നെയ്മിൻ്റെ വീട്ടിൽ ഇന്നലെ എത്തിയുള്ളൂ. സോ ഞങ്ങൾ അൺപാക്കിങ്ങും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ ഞങ്ങളിങ്ങനെ മോളുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആ സ്യൂട്ട് കേസ് തുറന്നെടുക്കുമ്പോഴേക്കും അവൾ ഫുൾ വലിച്ചു വാരിയിടലും അങ്ങനത്തെ സീനുകളും ഒക്കെ ആയിട്ട് ഫുൾ പരന്നെടുക്കുക. ഇന്നലെ ഒരു ഇഫ്താർ മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി വന്ന് ഞാനിങ്ങനെ ബാഗൊന്നും ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് അവിടെ വെച്ചു, നമ്മൾ ഉറങ്ങി, അങ്ങനെയൊക്കെ. സോ ആ ബാഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ബിക്കോസ് ഞാൻ എപ്പോഴും റൂം ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ബാഗും നമ്മൾ പേഴ്സണലി ഉള്ള സ്റ്റഫുകളും അതിൻ്റെ കൂടെ തന്നെ ഒന്ന് പെട്ടെന്ന് വന്നിട്ട് ഒരു സഡൻ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ അവൾ യൂസ് ചെയ്തിട്ടുള്ള മിറ്റൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാത്തൊക്കെ ഒന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് ടോയ്സൊക്കെ അടുത്തത് അവിടെ പരന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി. അത് ബെഡിൽ നിന്ന് മാറ്റിയത് ആൾക്ക് തീരെ പറ്റിയിട്ടില്ല. അതിന് ചെറിയൊരു കരച്ചിലൊക്കെ കഴിഞ്ഞു.